വി.എസ്. അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, ഉറപ്പായും ശ്യാമിലിയുടെ ഒരു മാനസികാവസ്ഥ നമ്മളെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. അവർ കടന്നുപോയ ആ സംഘർഷം എത്രമാത്രമാണ്, ഇപ്പോഴും അവർ അനുഭവിക്കുന്ന സംഘർഷത്തെക്കുറിച്ചായിരുന്നു നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഏതായാലും അവർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ പോലീസ് ഇപ്പോഴെങ്കിലും പിടിക്കാൻ കഴിഞ്ഞതിൽ അവർ നന്ദി പറയുകയായിരുന്നു. ഇപ്പോൾ ലക്ഷ്മി, നമുക്കറിയാം ഇങ്ങനെ ഒരു ക്രൂരമായ ഒരു മർദ്ദനമുണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്താണ് പോലീസ് ചെയ്തത് എന്നുള്ള ചോദ്യമായിരുന്നു കഴിഞ്ഞ കുറേ മണിക്കൂറുകളിൽ നമുക്ക് ഏറ്റവും അധികം ചർച്ചയായി ഉയർന്നു വന്ന കാര്യം. കാരണം തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിക്ക് സമീപത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ കോടതി, അതായത് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്, അവിടേക്ക് ഈ സംഭവം അറിഞ്ഞ് പോലീസ് എത്തുന്നു. പോലീസ് എത്തുമ്പോൾ പ്രതി അവിടെ ഉണ്ട്, പക്ഷേ പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിയുന്നില്ല. പിടികൂടാൻ വേണ്ടി എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ ബാർ അസോസിയേഷൻ സംഘടിതമായ ഒരു ശ്രമം അവിടെ ഉണ്ടാകുന്നു. ഒരു ഓഫീസിനകത്ത് കയറി വക്കീലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഒരു കർശന നിലപാട് ബാർ അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. അവിടെ മറ്റൊരു നിവൃത്തിയില്ലാതെയാണ് ഒരു പക്ഷേ പോലീസ് അവിടെ നിന്ന് മടങ്ങുന്നത്. കാരണം ഈ പറയുന്ന ശ്യാമിലിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആ സമയത്താണ് ബെയിലിൻ ദാസ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. പക്ഷേ പിന്നീട് ഈ 2 ദിവസങ്ങളിൽ ബെയിലിൻ ദാസ് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഇന്നിപ്പോൾ അയാൾ ഉച്ചയോടുകൂടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതും. ഏതായാലും പക്ഷേ അവിടെ സാധാരണ കേസുകളിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കഴിഞ്ഞാൽ പ്രതികളെ പോലീസ് അങ്ങനെ പിടികൂടാറില്ല. കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യത്തിൽ പോലീസിൻ്റെ ഒരു ആക്ഷൻ അത് കോടതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതൃപ്തിക്ക് ഇടയാക്കുമോ എന്നൊക്കെ കണ്ട് സാധാരണ ചെയ്യാറില്ല. പക്ഷേ ചില കേസുകളിൽ ചെയ്യാറുമുണ്ട്. ഏതായാലും നിലവിലെ ഈ കേസിൽ അങ്ങനെ പോലീസ് അങ്ങനെ ഒരു ആക്ടിലേക്ക് കടന്നിരിക്കുന്നു. അല്പസമയം മുമ്പ് തുമ്പ SHOയ്ക്ക് ലഭിച്ച ഒരു രഹസ്യ വിവരമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുമ്പ സ്റ്റേഷൻ കടവ് ഭാഗത്ത് പോലീസ് ഒരു പരിശോധന നടത്തുന്നത്. അങ്ങനെയാണ് കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ബെയിലിൻ ദാസിനെയും തുമ്പ SHOയും മഞ്ചൂർ SHOയും അടങ്ങുന്ന ടീം, ഷാഡോ ടീം ഉൾപ്പെടെയുള്ളവർ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പ്രതിയെ അല്പസമയത്തിനകം മഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പ് ഈ ശ്യാമിൽ പ്രതികരിച്ചതുപോലെ വൈകിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞതിൽ അവർക്ക് ആശ്വാസം നമ്മളോട് ന്യൂസ് മലയാളത്തോട് അവർ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ആദ്യഘട്ടം മുതൽ ഈ വാർത്ത നൽകിയവരാണ്. നമുക്ക് ആദ്യ ഫോട്ടോ കാണുമ്പോൾ തന്നെ വളരെ ഭയം തോന്നുന്ന, വലിയ വിഷമം തോന്നുന്ന ഒരു കാഴ്ചയാണ് പെൺകുട്ടിയുടെ മുഖത്ത് അത്രമേൽ ക്രൂരമായി ഒരാൾക്ക് ആക്രമിക്കാൻ കഴിയുക. എന്നിട്ട് ആ പ്രതിയെ പിടികൂടാതിരിക്കാനുള്ള അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും അയാൾ നടത്തുക. നിയമ വൃത്തി നടത്തുന്ന ഒരാളാണ്. ആളുകൾക്ക് നീതി ലഭ്യമാക്കേണ്ട ഒരു അഭിഭാഷകനാണ് ഇത്രമേൽ ക്രൂരമായ ഒരു കാര്യം ചെയ്യുകയും അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതും. ഏതായിരുന്നാലും പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ലക്ഷ്മി, അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് പോലീസ് പിടിയിലായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കും അയാളെ എന്നാണ് മനസ്സിലാക്കുന്നത്.